ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. എനിക്ക് എല്ലാവരും അഗെയിൻ ഞാൻ പറയുന്നു സേഫ് ആയിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ എനിക്ക് നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും എല്ലാം ഓക്കെ. നമുക്കിന്ന് റീഡിങ് ഇന്ന് ഒരു റീഡിങ്ങേ ഉള്ളൂ. ഓക്കെ, ഇത് സിംഗിൾ റീഡിംഗ് ആണ് ഇന്നത്തെ. ഇതിൽ റിലേഷൻഷിപ്പ് അല്ല ഇന്ന് ആക്ച്വലി ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ്. ഓക്കെ, നിങ്ങൾ ആരാണ് എന്താണ് എന്ന് മാത്രം. ഓക്കെ, നിങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം, അറിയാം, നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അവനവനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത് ഒരുപാട് പേര് കാണുന്നതാണ്, എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. ഓക്കെ, എന്നാലും ഒരു ജനറൽ ഐഡിയ നമുക്ക് എടുക്കാം. പൊതുവേ ഇവിടെ കോമൺ ആയിട്ട് കുറേ ക്യാരക്ടേഴ്സ് നിങ്ങൾക്കുണ്ടാവും, അതായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത് എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം എന്തായാലും ഒരുവിധം കിട്ടുന്ന പോലെ. എന്തായാലും 2 പൈൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചൂസ് ചെയ്യാം. സോ 2 ഡിഫറെൻറ്റ് അറ്റ്ലീസ്റ്റ് കിട്ടുമോ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈൽ ചൂസ് ചെയ്യാം. റോസ് കോഡ്സിൻ്റെ റോസ് ആണിത്. ഓക്കെ, പിങ്ക് റോസ് ആൻഡ് നമ്മുടെ ലോട്ടസ് താമര. ഓക്കെ, ക്രിസ്റ്റൽ താമര. പൈൽ 1 പൈൽ 2 നിങ്ങൾ ചൂസ് ചെയ്തോളൂ. നമുക്ക് നോക്കാം ജസ്റ്റ് ഒരു നിങ്ങൾ ആരാണ് അവനവനെ കുറിച്ചൊന്ന് നമുക്ക് നോക്കാം. സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയാം അല്ലേ. ഓക്കെ, പൈൽ 1 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇരുന്നോട്ടെ. പൈൽ 1 എന്താണ്? ഓക്കെ, നിങ്ങൾ ആരായിരിക്കും? ഓക്കെ, ഇത് അധികം ഓക്കെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം അങ്ങനത്തെയൊക്കെ വരാം, ഇടയിൽ റിലേഷൻഷിപ്പ് വരാം, കരിയറിൻ്റെ കാര്യങ്ങൾ വരാം, എല്ലാം ജനറലായിട്ട് വരും. നിങ്ങളെക്കുറിച്ച് കൂടുതലും നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, നൈറ്റ് ഓഫ് സോർട്സ്, 6 of swords, Knight of Wands and Sun and okay, Nine of Pentacles. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾ വളരെ ഓവർ തിങ്കിങ് ഉള്ള ഒരു പേഴ്സൺ ആണ്. നിങ്ങൾ ഒരുപാട് ആലോചിച്ച് കൂട്ടുന്ന ഒരു വ്യക്തിയാണെന്ന് പറയാം. നിങ്ങളുടെ മൈൻഡ് എപ്പോഴും ഓവർ തിങ്കിങ്ങിലേക്ക് പോകാറുണ്ട്. ഓക്കെ, നെഗറ്റീവ് തിങ്കിങ്, ഓവർ തിങ്കിങ്. ഇത് എന്ന് വെച്ചാൽ ആലോചിച്ച് ചിന്തിച്ചില്ലാത്തത് പോലും ചിന്തിച്ച് കൂട്ടുക. ഓക്കെ, ഒരേ കാര്യത്തിനിട്ട് മനസ്സിലിട്ട് ഇങ്ങനെ വീണ്ടും 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 ആവർത്തിച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുക. ഓക്കെ, നെഗറ്റീവ് ആവാൻ തുടങ്ങുക. എന്തെങ്കിലും കുറച്ച് ചെറിയൊരു കാര്യം സംഭവിക്കുമ്പോഴേക്കും നിങ്ങൾ അതിനെ ആലോചിച്ച് കൂട്ടിയിട്ട്, അല്ലാതെ ശരിക്കും നടന്നിട്ടല്ല, ആലോചിച്ച് നിങ്ങൾ അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ കൂടുതൽ ചിന്തയിലേക്ക് പോവുക, ആ രീതിക്ക്. ഓക്കെ, നിങ്ങളുടെ മൈൻഡ് അങ്ങനെയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ചില ആഗ്രഹങ്ങളുണ്ട് എന്ന് പറയാം. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. ചെറുപ്പം തൊട്ടുള്ള സ്വപ്നങ്ങളായിരിക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ, വിഷ് എന്ന് പറയും നമ്മൾ അല്ലേ. നമ്മൾ പറയില്ലേ, ഞാൻ ഇതാവാനാണ് ആഗ്രഹിച്ചത്, അതാവാനാണ് ആഗ്രഹിച്ചത്, അത് ചെയ്യാനാണ് ആഗ്രഹം, എനിക്ക് മറ്റുള്ളവരെ മുമ്പിൽ ഒരു സക്സസ് എനിക്ക് കിട്ടണം, എല്ലാവരും എന്നെ ലൈക്ക് എനിക്ക് എന്താ നിങ്ങളുടെ ഉള്ളിൽ ചില കഴിവുണ്ടാവും. ഓക്കെ, പക്ഷെ അത് ആരും അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അത് ഞാൻ ചെയ്യുന്ന ജോലികൾ മറ്റുള്ളവർ എന്നെ റെക്കഗ്നൈസ് ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയും. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. ഒരു സക്സസ് ആഗ്രഹിക്കുന്നത്, ആ സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ ഒരു സക്സസ് അല്ല, അതായത് നമ്മൾ എന്ത് ചെയ്താലും ഓക്കെ, നിങ്ങളൊരു അപ്രീസിയേഷൻ, മറ്റുള്ളവർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഐ തിങ്ക് എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, അങ്ങനെ ആഗ്രഹങ്ങൾ ഉള്ളത് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾ വളരെ ഓക്കെ ഞാൻ ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും കാര്യങ്ങൾ. ഓക്കെ, കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ശേഷം പക്ഷേ ആ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു ഉത്സാഹം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ വീണ്ടും അതിനെ പുറകോട്ട് വരും. ഓക്കെ, ഇത് നമ്മുടെ നൈറ്റ് ഓഫ് സോർട്സ് എനർജി അങ്ങനത്തെ ആണ്. അതായത് എടുത്തു ചാടി പെട്ടെന്ന് നമ്മൾ അതുപോലെ എടുത്തു ചാടി റിയാക്ട് ചെയ്യുക. ഓക്കെ, എടുത്തു ചാടി ചിലപ്പോൾ നിങ്ങൾ കാര്യങ്ങളിൽ റിയാക്ട് ചെയ്യുക എന്ന് ഇതൊന്നും നെഗറ്റീവായിട്ട് എടുക്കരുത്, നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് എടുക്കുക. ഓക്കെ, ഇതിൻ്റെ ഞാൻ പോസിറ്റീവ് വശങ്ങളും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തു ചാടി ചിലപ്പോൾ റിയാക്ഷൻ കൊടുക്കും. അതായത് ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച് മെല്ലെ പറഞ്ഞാൽ മതി ചിലപ്പോൾ നമ്മളൊക്കെ. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ റിയാക്ട് ചെയ്തു പോകും. ഓക്കെ,
ആൻഡ് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. എല്ലാം ആ ഒരു ആദ്യത്തെ ഒരു ഉത്സാഹം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ അതെല്ലാം വീണ്ടും ഡൗൺ ആയി പോവും. ജോലിയിലാണെങ്കിലും ശരി, ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ഇതാണ്, എന്തൂസിയാസമാണ്. അത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും പക്ഷേ നിങ്ങളുടെ ആ ഒരു എന്തെങ്കിലും കാര്യങ്ങളുടെ ഇടയിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ നെഗറ്റീവ് അപ്പോഴേക്കും ആലോചിക്കാൻ തുടങ്ങുമായിരിക്കും. ഓക്കെ, അങ്ങനെ ചെയ്ത് നിങ്ങൾ വീണ്ടും ഡൗൺ ആയി പോവും. ഓക്കെ, ഒന്നും അങ്ങനെ നമ്മൾ പറയില്ലേ, ഒന്നും തീർക്കുന്ന ഒരു ലെവലിലേക്ക് എത്തില്ല എന്ന് പറയാം. ഓക്കെ, ചിലവർക്ക് വളരെ ആക്ച്വലി ചിലവർ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടറും ഉണ്ടാവാം. 2 ക്യാരക്ടർ എനിക്ക് തോന്നുന്നുണ്ട്. ചിലവർ വളരെയധികം ശാന്തമായ ക്യാരക്ടേഴ്സും ആയിരിക്കാം. ഓക്കെ, ചിലവർ സമാധാനം ആഗ്രഹിച്ച് സൈലൻ്റ് ആയിട്ടിരിക്കുന്ന വ്യക്തികളുമായിരിക്കാം. ഓക്കെ, എനിക്ക് അങ്ങനെയും തോന്നി. നിങ്ങളെന്തും ചിലവർ ഐ തിങ്ക് ഒന്നും വേണ്ടവിടെ റിയാക്ട് ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കാം. ഓക്കെ, ചിലവർ വേണ്ടവിടെ റിയാക്ട് ചെയ്യുന്നില്ല എന്നുള്ള തരത്തിലായിരിക്കും. നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ട് ഒരുപാട്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ട്, നിങ്ങളുടെ മൈൻഡിൽ ആഗ്രഹങ്ങളുണ്ട്. ഓക്കെ, കാര്യങ്ങളെ നിങ്ങൾക്ക് ചെയ്യണം. നിങ്ങൾ ശരിക്കും ഇത് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. നമ്മൾ എന്താ പറയുക, സാധാരണ ആലോചിക്കുന്ന വ്യക്തികളെ പോലെയല്ല. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ സൊല്യൂഷൻ നിങ്ങളുടെ മൈൻഡിൽ വരും. ഓക്കെ, അതാണ് നമ്മൾ ഐഡിയാസ് ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ വലിയ എന്താ പറയുക റോക്കറ്റ് കെട്ടുന്ന അതല്ല. ബട്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും എന്തെങ്കിലും പെട്ടെന്ന് ഒരു തടസ്സം വരുമ്പോൾ നിങ്ങളുടെ മൈൻഡ് പെട്ടെന്ന് ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ അല്ലെങ്കിൽ മറ്റേ ആ വഴി ഒന്ന് ട്രൈ ചെയ്യാം എന്ന രീതിയിൽ നിങ്ങൾ ഐഡിയാസ് വരും. നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ അത് പറഞ്ഞും കൊടുക്കുന്നുണ്ടാവും. ബട്ട് അവനവൻ്റെ കാര്യം വരുമ്പോൾ ഐ തിങ്ക് നിങ്ങളതൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതായത് അതിനെ നിങ്ങൾ അപ്ലൈ ചെയ്ത് നമ്മുടെ ലൈഫിനെ കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷെ അതിവിടെ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അത് ആക്ച്വലി ഐഡിയാസ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഐഡിയാസ് ഉണ്ട്, നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ട്, ആൻഡ് നിങ്ങൾക്ക് സക്സസ് വരും ചെയ്യും ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, നിങ്ങൾക്ക് ഇതൊക്കെ വെച്ച് സക്സസ് വരേണ്ടതാണ്. ബട്ട് അവിടെ ഐ തിങ്ക് ഈ ഒരു നെഗറ്റീവ് തിങ്കിങ് ആണ് ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒന്ന് നിങ്ങളെ നെഗറ്റീവ് തിങ്കിങ് ആണ്, പിന്നൊന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ആ സ്റ്റാർട്ടിങ്ങിൽ മാത്രം വളരെ ഒരു കാര്യങ്ങൾ ഇൻട്രസ്റ്റോടെ നിങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞാൽ പക്ഷേ അവിടെ എല്ലാം ഐ തിങ്ക് ഈ ഫസ്റ്റ് കാർഡ് തന്നെ ഐ തിങ്ക് എനിക്ക് നിങ്ങളെക്കുറിച്ച് മെയിൻ കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാം നിന്ന് പോകുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഡെവിളിനെ നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊള്ളൂ. ഓക്കെ, അതായത് ഈ ഡെവിളാണ് പ്രശ്നം ഇവിടെ. ഈ ഡെവിൾ തോട്ട് നിങ്ങളുടെ മൈൻഡിലെ നെഗറ്റീവ് തോട്ട്, നിങ്ങളുടെ മൈൻഡിലെ നെഗറ്റീവ് ചിന്തകൾ. ഓക്കെ, അവിടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഓക്കെ, ഓക്കെ, ആൻഡ് ഇവിടെ സണ്ണുണ്ട് ഇവിടെ. സോ നിങ്ങളൊരു വളരെ ഹാപ്പി പേഴ്സണും ആയിരിക്കും. ഓക്കെ, നിങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ഫേസ് ചെയ്യുമ്പോഴും ഐ തിങ്ക് നിങ്ങൾ ഹാപ്പിയാണ്. നിങ്ങൾ വളരെ സന്തോഷമായിട്ട് എല്ലാവരെയും മുമ്പിൽ സന്തോഷമായിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്ത് നടക്കുന്ന, എൻജോയ് പറഞ്ഞാൽ അങ്ങനെ അടിച്ചു പൊളിച്ച് ഇതാക്കി അങ്ങനെയല്ല, ബട്ട് എപ്പോഴും നിങ്ങളുടെ ഒരു ഹാപ്പി ആയിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാവരെയും ഹാപ്പി ആക്കി വെക്കുകയും ചെയ്യും. ഐ തിങ്ക് നിങ്ങളും വളരെ ഹാപ്പി ആയിട്ട് ലൈക്ക് ചിരിച്ച് കളിച്ച് അങ്ങനെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും ഒരു ചിരി ഉണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ മുഖത്ത്. ഓക്കെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മറ്റുള്ളവർക്കായിരിക്കും ചിലപ്പോൾ തിരിച്ചറിയില്ല. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ എത്രത്തോളം നെഗറ്റീവ് ആയാലും ശരി, മനസ്സിൻ്റെ ഉള്ളിൽ എത്ര വേറെ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളോ ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും ശരി, ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടെങ്കിലും ശരി, ഐ തിങ്ക് എവിടെയോ നിങ്ങൾ പക്ഷെ എപ്പോഴും ഒരു ചിരിച്ച, എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്നു. എന്നിട്ട് സൺ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ആ ഒരു ചിരിച്ച മുഖത്തിൻ്റെ ഒരു ഫേദാണ് എനിക്ക് ഫീൽ ചെയ്ത്. ഓക്കെ, വളരെ ഇന്നസെൻ്റ് ആയ ഒരു പേഴ്സൺ ആണ് നിങ്ങൾ. അതായത് ഒരു കുട്ടികളെ പോലെ. ഓക്കെ, ഒരു കുട്ടികളെ പോലെയുള്ള നേച്ചറാണ് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു. കുട്ടികളെ പോലെ ഒരു നേച്ചർ ആയിരിക്കാം. അതായത് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനാണ് ആഗ്രഹം. ഓക്കെ, ടെൻഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമല്ല, ബട്ട് ഐ തിങ്ക് പോകുന്നത് മുഴുവൻ അങ്ങോട്ടാണ്. ഓക്കെ, മേ ബി അത് നമ്മുടെ വലുതാവും ചെറുപ്പം തൊട്ടേ ഉണ്ടാവാൻ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത്. ആൻഡ് ഇവിടെ എനിക്ക് നിങ്ങളുടെ ആ ഒരു ചിരിച്ചൊരു ഫേസാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ എപ്പോഴും ഐ തിങ്ക് നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഐ തിങ്ക് നിങ്ങളുടെ മുഖത്തൊരു ചിരി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. നിങ്ങൾ കരയുന്നത് ചിലപ്പോൾ ഏറ്റവും ആരും ഇല്ലാത്തപ്പോഴോ ഒറ്റയ്ക്കിരിക്കുമ്പോഴോ ആ സമയങ്ങളിൽ മാത്രമായിരിക്കും നിങ്ങളുടെ ഒരു വിഷമങ്ങളൊക്കെ പുറത്തു വരിക. ഓക്കെ, അല്ലാതെ ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും ഒരു ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ആൻഡ് 9 ഓഫ് പെന്റിക്കിൾസ് ഇൻഡിപെൻഡൻസിൻ്റെ കാര്യമാണ് ഇവിടെ. ഓക്കെ, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇതിവിടെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ജെൻസിനെ ഇൻക്ലൂഡ് ചെയ്തില്ല എന്ന് ആരും പറയരുത്. ഓക്കെ, ലേഡീസ് ആയാലും ജെൻസ് ആയാലും നിങ്ങൾക്ക് അങ്ങനെ തന്നെ എടുക്കാം. ഓക്കെ, ജെൻസ് ആണെങ്കിൽ ആക്ച്വലി ഈ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ റെസ്പെക്ട് ചെയ്യപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അതായത് മറ്റുള്ളവർ ശരിക്കും നിങ്ങൾ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട്. ദാറ്റ് എല്ലാവരും നിങ്ങളെ ഒന്ന് റെസ്പെക്ട് ചെയ്യുക എന്ന് വെച്ചാൽ അത് വലിയൊരു അനാവശ്യമായ ആഗ്രഹം എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. നമുക്ക് പറയില്ലേ, നമ്മൾ ജസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ മറ്റുള്ളവരൊന്ന് തിരിച്ചറിയുക, റെക്കഗ്നൈസ് ചെയ്യുക, നമുക്ക് റെസ്പെക്ട് തരിക, ആ രീതിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാം.
ആൻഡ് ഇവിടെ അഗൈൻ ഇൻഡിപെൻഡൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. ഇത് ലേഡീസിനെ പറയാം അല്ലെങ്കിൽ ജെൻസിനും പറയാം. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ദാറ്റ് ഒരു വേറെ ആരെയും ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ലൈഫിൽ നമുക്ക് നല്ലൊരു കുറച്ച് പൈസ കിട്ടി അബണ്ടൻസ് വന്ന് ഓക്കെ നമ്മളുടെ ലൈഫ് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് ജെൻസ് ആയാലും ലേഡീസ് ആയാലും ഓക്കെ. ലേഡീസ് ആണെങ്കിൽ പ്രത്യേകിച്ചും ഓക്കെ നിങ്ങൾക്ക് ഉണ്ടാവും ദാറ്റ് ഞാൻ എൻ്റെ ലൈഫിലൊന്ന് ഇൻഡിപെൻഡൻ്റ് ആവണം. സോ ദാറ്റ് ആരുടെ മുമ്പിലും എനിക്ക് ഒരു ഇതാവേണ്ടി വരരുത്, താഴേണ്ടി വരരുത് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ചിന്തയുണ്ടാവാം. ഓക്കെ, നിങ്ങൾ ശരിക്കും വളരെ സ്ട്രോങ് ക്യാരക്ടർ തന്നെയാണ്. ഓക്കെ, ആക്ച്വലി നിങ്ങളൊരു സക്സസ് ആഗ്രഹിച്ച് മുന്നോട്ട് നിങ്ങൾക്ക് വേണം എന്ന രീതിക്ക് തന്നെയാണ് മനസ്സിലൊക്കെ. പക്ഷേ ഇവിടെ ആക്ഷൻ്റെ കുറവാണ്. ഓക്കെ, ഈ നെഗറ്റീവ് തിങ്കിങ് വന്നിട്ട് ഐ തിങ്ക് നിങ്ങളുടെ ആക്ഷൻ്റെ ആണ് ഇവിടെ പ്രശ്നം വരുന്നത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, വേണ്ട ഒറക്കിൾ മെസ്സേജ് എടുക്കാം. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളോട് എന്താണ് നിങ്ങൾക്ക് അഡ്വൈസ് തരുന്നത് നോക്കാം. ഓക്കെ, നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഇതിലിപ്പോൾ എനിക്ക് അഡ്വൈസ് തരാനുള്ളത് ഞാൻ പറയാം. ആദ്യത്തെ കാര്യം ഓവർ തിങ്കിങ് നിർത്തുക. ഓക്കെ, നിങ്ങളുടെ മനസ്സിലെ നെഗറ്റിവിറ്റി നിങ്ങൾ മാറ്റാം. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന കാര്യത്തിൽ ഇവിടെ എനിക്ക് മെയിൻലി പറയാനുള്ളത് കുറച്ചുകൂടി ആലോചിച്ച് ചിന്തിച്ച് ആക്ഷൻസ് എടുക്കുക എന്ന രീതിയിൽ. ഓക്കെ, ആൻഡ് ഇത് എനിക്ക് ആക്ച്വലി ചിലവർ ഇടയ്ക്കിടയ്ക്ക് ഗിവ് അപ്പ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചില എല്ലാം നമ്മൾ ചെയ്യാൻ തുടങ്ങുന്ന യെസ് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോവുക. യെസ്, അത് തന്നെയാണ്. ഓക്കെ, പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു ലക്ഷണമാണ്. സോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളതൊന്ന് നമ്മളെങ്ങനെയാണ് എന്താ പറയുക കോൺഫിഡൻസ് കൊണ്ടുവരിക, എങ്ങനെയാണ് നമ്മളൊരു കാര്യം ഇടയിൽ വെച്ച് നിർത്തി പോകാൻ എന്താണ് റീസൺ വരുന്നത് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, എന്തുകൊണ്ടാണ് അത് നെഗറ്റീവ്, ഈ ഒരു നെഗറ്റീവ് തിങ്കിങ് തന്നെ ആയിരിക്കും മെയിൻലി. ഓക്കെ, അപ്പോൾ ഇവിടെ മാറ്റിയെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സക്സസ് ഒക്കെയാണ് കാണുന്നത് തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് ജസ്റ്റ് കുറച്ച് അഡ്വൈസ് കാർഡ്. യു ആർ സേഫ്. ഇതിൻ്റെ മഴയുടെ കാര്യമാണല്ലോ ഇപ്പോഴത്തെ. ഓക്കെ, ഹീലിംഗ്, ഫോക്കസ്, യെസ്, ട്രസ്റ്റ്, ഫെദർ. ഓക്കെ, ഗുഡ്. ഒബ്സെഷൻ, ആക്ച്വലി ഒബ്സെഷനും ആവാം. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ചിലവർക്ക് ഒരു തരം ഒബ്സെഷൻ കൂടിയാവാം. ഒബ്സെഷൻ എന്ന് പറഞ്ഞാൽ ചിലവർക്ക് അഡിക്ഷൻസ് ഉണ്ടാവാം. ഓക്കെ, നിങ്ങൾ ജെൻസോ ഈവൻ ലേഡീസിന് എന്താണെന്നറിയില്ല, ബട്ട് ജെൻസിനായാലും ലേഡീസിനായാലും നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ അഡിക്ഷൻസ് ഉണ്ടാവാം. ഓക്കെ, അതൊക്കെ ഒന്ന് മാറ്റേണ്ട കാര്യമുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ഒബ്സെഷൻ എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒബ്സെസ്ഡ് ആയിട്ട് ആലോചിക്കാം. അതിനെ തന്നെയാണ് നമ്മൾ നെഗറ്റീവ് തിങ്കിങ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഓവർ തിങ്കിങ് അതിനെ തന്നെയാണ് പറയുന്നത്. ഒബ്സസീവായിട്ട് ആലോചിച്ച് കൂട്ടുക. ഓക്കെ, അതായത് അതിൽ തന്നെ മനസ്സിങ്ങനെ വീണ്ടും 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 ഒരേ ചിന്തകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതൊരു തരം ഒബ്സഷൻ തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ അതിനെ തന്നെ ഒബ്സസീവായിട്ട് ചിന്തിച്ച് പക്ഷെ എന്നിട്ട് ചെയ്യുന്ന കാര്യത്തിൽ അവസാനം നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നില്ല. നിങ്ങൾ ഇടയിൽ വെച്ച് ഗിവ് അപ്പ് ചെയ്യുക. കാരണം നിങ്ങൾ വീണ്ടും മൈൻഡ് നെഗറ്റീവിലേക്ക് പോവാണ്. ഓക്കെ, ഇവിടെ ഐ തിങ്ക് ഒരു ബാലൻസ് കൊണ്ടുവരേണ്ട കാര്യമുണ്ട് നിങ്ങൾ. ഓക്കെ, ഒന്നാമത് യു ആർ സേഫ് എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മുടെ മഴക്കാലത്തിൻ്റെ ആണ്. സോ എനിവേ ബ്ലെസ്ഡ്. ഓക്കെ, ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് ദൈവം പറയുന്നുണ്ട്, യൂണിവേഴ്സ് പറയുന്നുണ്ട് ദാറ്റ് യു ആർ സേഫ് എന്ന്. മേ ബി ഈ ഒരു സമയത്തിൻ്റെ ആയിരിക്കാം. എന്ത് മഴ വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്നെടുക്കാം നമുക്ക്. ഓക്കെ, യൂണിവേഴ്സ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ എടുക്കാം. ഓക്കെ, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, നിങ്ങൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെന്ന് വിചാരിക്കാം, നിങ്ങളെ എന്തെങ്കിലും ഡാർക്ക് എനർജി എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, കണ്ണ് തട്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെയൊക്കെ നിങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ, എനിക്ക് ആ കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. അപ്പോഴും നിങ്ങൾ സേഫ് ആണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഹീലിംഗ്. ഓക്കെ, നിങ്ങൾ അവനവനെ ഹീൽ ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ് നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു ഇത്ര നെഗറ്റീവ് തോട്ട്സ് വരാനുള്ള റീസൺ നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ എന്തുകൊണ്ടാണ് ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കും, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്തുകൊണ്ടാണ് നിങ്ങളത് ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വരുന്നത് ഒന്ന് ചിന്തിച്ച് ആലോചിച്ച് അതിൻ്റെയൊക്കെ റീസൺസ് മനസ്സിലാക്കുക. നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുക. ഓക്കെ, ആൻഡ് ഹീലിംഗ്, നിങ്ങൾ അവനവനെ ഹീൽ ചെയ്യുക. അവനവൻ്റെ ഉള്ളിൽ എന്താണ് ബ്ലോക്കേജ് എന്താ വരുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഹീലിംഗ് എടുക്കുക. ആരുടെയെങ്കിലും അഗൈൻ അഡ്വൈസ് ചോദിക്കാം. ഓക്കെ, നിങ്ങളുടെ അവനവനെ തന്നെ ഹീൽ ചെയ്യുക. ഓക്കെ, അവനവൻ്റെ ഉള്ളിൽ എന്താണ് ബ്ലോക്കേജസ് വരുന്നത് അത് മനസ്സിലാക്കുക. ഫോക്കസ്, യെസ്, ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ ആ ഒരു ഫോക്കസ് വിടാൻ പാടില്ല. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഫോക്കസ് നിങ്ങൾ കളയരുത്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ നമ്മൾ കുറച്ച് ചെയ്തു പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, തടസ്സങ്ങൾ വരും അല്ലേ. ആ തടസ്സങ്ങൾ വരുമ്പോൾ നിങ്ങളത് ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു ഇതായിട്ട് എടുക്കരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഓക്കെ കുറച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, കാരണം എൻ്റെ എൻഡ് ഗോൾ, അവസാനം നമ്മൾ എത്തേണ്ട ഗോൾ ഉണ്ടല്ലോ, ആ ഗോളാണ് നിങ്ങളുടെ മൈൻഡിൽ വേണ്ടത്. ഓക്കെ, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങളുടെ ഫോക്കസ് കൊടുക്കുക. ആൻഡ് ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നാ പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യൂ, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാ പറയുന്നത്. ആൻഡ് ഫെദർ, നിങ്ങൾക്ക് സയൻസ് കിട്ടുന്നുണ്ടാവും, യൂണിവേഴ്സിൻ്റെ സയൻസ് കിട്ടുന്നുണ്ടാവും ദാറ്റ് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതും നിങ്ങൾ മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് ഇൻഡിക്കേഷൻസ് യൂണിവേഴ്സ് തരും എപ്പോഴും. ഓക്കെ, സയൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും. നിങ്ങൾ പോകുന്ന റൈറ്റ് പാത്താണോ അല്ലേ, നിങ്ങൾ തെറ്റായ വഴിയിലേക്ക് മാറുന്നുണ്ടോ, നിങ്ങളുടെ ചിന്തകൾ എന്താ മാറ്റേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് സയൻസ് തരും.
ഓക്കെ, അതൊക്കെ മനസ്സിലാക്കാൻ പഠിക്കുക. അതിന് മെയിൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് മെഡിറ്റേഷൻസ് കാര്യങ്ങൾ, ചക്ര ബാലൻസിങ്, അങ്ങനത്തെ ഞാൻ ഐ തിങ്ക് 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. അതൊക്കെ ഒന്ന് ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, ഈ ഓവർ തിങ്കിങ് മാറ്റാനുള്ള മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. സെൽഫ് ലവ് ബാച്ച് ചെയ്യാൻ ആദ്യം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഫസ്റ്റ് പൈലിൽ വന്നത്. നമുക്ക് നോക്കാം സെക്കൻഡ് പൈലിലേക്ക് പോവാം. ഓക്കെ, പൈൽ 2 സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. സോറി, ഇവിടെ പൈൽ 2 പേർക്ക് എന്താ വരുന്നത് നോക്കാം. പൈൽ 2 നിങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, നിങ്ങളെങ്ങനെയാണ്, നിങ്ങൾ ആരാണ്, ഓക്കെ, നിങ്ങളിൽ എന്തൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് നോക്കാം. അവനവനെ കുറിച്ച് ഒന്ന് അറിയാൻ നോക്കാം അല്ലേ. നേരത്തെ എടുത്ത കാർഡ്സ് റിപ്പീറ്റ് ഒരുപാട് വന്നു കഴിഞ്ഞാൽ ഞാൻ മാറ്റുവേ. ഞാനിപ്പോൾ തന്നെ പറയാം, എനിക്കത് പിന്നെ എഡിറ്റ് ചെയ്യാൻ വയ്യ വീഡിയോ. കാരണം ചില സമയത്ത് നമ്മൾ ഷഫ്ലിങ് ശരിയാവില്ല. ഓക്കെ, സോ ഒരുപാട് കാർഡ്സ് റിപ്പീറ്റ് ആവും. 1-2 റിപ്പീറ്റ് വന്നാൽ കുഴപ്പമില്ല. എല്ലാം കുറേ എണ്ണം ഇങ്ങനെ വരുമ്പോഴാണ് പിന്നെ ഓക്കെ വിരോധമില്ല. 9 ഓഫ് വാൻഡ്സ്, ഫുൾ കാർഡ്, ടവർ, ഓക്കെ വേറെയാണ് എന്തായാലും ഗുഡ്. ജസ്റ്റിസ്, 4 ഓഫ് പെൻറ്റിക്കിൾസ്, പേജ് ഓഫ് വാൻഡ്സ്, മൂൺ കാർഡ്, ഓക്കെ ബോട്ടം ഓഫ് ദ ഡെക്ക് 9 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. ഓക്കെ ഇരിക്കട്ടെ. 9, ഓക്കെ. ഇവിടെ എനിക്ക് വളരെ ആക്ച്വലി ഈ പൈൽക്കാർ ഐ തിങ്ക് ഒരുപാട് സ്ട്രെസ്സിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലവർക്ക് എന്തെങ്കിലുമൊക്കെ തകർച്ചകൾ, എന്തെങ്കിലും സിറ്റുവേഷൻസ്, എന്തെങ്കിലും നിങ്ങൾക്കിപ്പോൾ മേജർ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം ഇപ്പോൾ, അല്ലെങ്കിൽ പാസ്റ്റിലായിരിക്കാം. ഓക്കെ, എനിവേ ഇപ്പോൾ ഇവിടെ കാണുന്നത് എനിക്ക് നിങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അവനവനെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളുടെ സ്വന്തം കഴിവുകളെ, നിങ്ങളുടെ സ്വന്തം കഴിവ്, നിങ്ങളുടെ എന്താ ഇപ്പോൾ പറയാം, നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ട് തളർന്ന പോലെ ഒരു ഫീലിംഗ് ആണ് ഇവിടെ. ഓക്കെ, നിങ്ങൾ അവനവനെ ഹോൾഡ് ബാക്ക് ചെയ്യണം, അവനവനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുകയാണെന്ന് പറയാം. സെൽഫ് ഡിഫെൻസ് എന്ന രീതിയിൽ പറയാം. ഓക്കെ, നിങ്ങൾ ഡിഫെൻസീവ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ആരും എൻ്റെ അടുത്തേക്ക് വരരുത്, ഒരു ഡിസ്റ്റൻസ് വെച്ച് നിൽക്കുക, ഒരു അകൽച്ച എല്ലാവരുടെ അടുത്തു നിന്നും മെയിൻറ്റെയിൻ ചെയ്യുക, എല്ലാ കാര്യത്തിൽ നിന്നും നിങ്ങളൊരു അകൽച്ച മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഒന്നിനോടും ഒരു താല്പര്യമില്ലായ എന്ന് പറയാം. ഇത് 2 കാർഡും ആക്ച്വലി വളരെ സിമിലർ മീനിങ് ആണ്. ഓക്കെ, 9 ഓഫ് വാൻഡ്സും 4 ഓഫ് പെൻറ്റിക്കിൾസും നമ്മൾ അടക്കി വെക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ പലതും അടക്കി വെക്കുക. ഓക്കെ, ഇപ്പോൾ തുറന്ന് പറയാതിരിക്കുക, ഒരു ലൈക്ക് അഗെയിൻ സെയിം തിങ്, നിങ്ങൾ കുറേ എന്തൊക്കെയോ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് എഫേർട്ടൊക്കെ ഇട്ടു ചില കാര്യത്തിൽ, പക്ഷെ അതിൽ നിങ്ങൾക്ക് ഐ തിങ്ക് അതിൽ നിന്ന് അവസാനം നിങ്ങൾ ഐ തിങ്ക് മടുത്ത പോലെ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഒന്ന് മതിയായിട്ട് ഐ തിങ്ക് നിങ്ങളിപ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് ബൗണ്ടറി വെച്ച് നിൽക്കുന്നതായിട്ടാണ്, നിങ്ങൾ എല്ലാത്തിൽ നിന്നും ഒരു ബൗണ്ടറി വെച്ച് നിൽക്കുന്നതായിട്ടാണ്. അവനവനെ തന്നെ തടഞ്ഞു നിർത്തുന്നുണ്ട്, നമ്മുടെ ഒരു പ്രോഗ്രസ്സിൽ നിന്ന് തടയുന്നു എന്ന രീതിക്കും പറയാം. ഇതും സെയിം മീനിങ് ആണ്, ഇത് രണ്ടും ഓൾമോസ്റ്റ്. ഓക്കെ, ഞാൻ ഒന്നിച്ച് പറയാണ്. ആൻഡ് ചിലവർക്ക് ഇവിടെ നിങ്ങൾ മതിയായിട്ടായിരിക്കാം, അങ്ങനെയാവാം. ഓക്കെ, ആരെയും നിങ്ങളോട് അടുപ്പിക്കാതെ എല്ലാവരുടെ അടുത്തൊന്നും ഒരു അകൽച്ച വയ്ക്കുക, ആ രീതിക്കൊക്കെ. ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് സോഡ്സ് ഓൾറെഡി വന്നിരുന്നു. സോ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ദാറ്റ് ഒന്ന് നിങ്ങളുടെ സ്വഭാവം ഇപ്പം ഇങ്ങനെയായി എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ലേഡീസ് ആവണമെന്നില്ല, ജെൻസ് ആയാലും കിങ് ഓഫ് സോഡ്സിന് പ്ലീസ് അങ്ങനെ മാറ്റിയെടുക്കൂ. ഓക്കെ, എന്നെ മാറ്റി എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, കിങ് ഓഫ് സോഡ്സും ക്വീൻ ഓഫ് സോഡ്സ് ആയാലും ശരി, നിങ്ങൾ ഐ തിങ്ക് ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഒരു എതിർത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇതും അതേപോലെയാണ്. ഇത് നമ്മളൊരു ഡിഫെൻസീവ് ആവുന്ന പോലെയാണ്. ഓക്കെ, ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് നിങ്ങളൊന്ന് വെട്ടി മാറ്റുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ പറയില്ലേ, അങ്ങനെ ദേഷ്യം വന്ന്, ഇപ്പോഴത്തെ ആയിരിക്കാം ഇത്. ഓക്കെ, ഇത് ജനറൽ ക്യാരക്ടറായിട്ടല്ല തോന്നുന്നത്, എനിക്കിത് കൂടുതൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ്റെ ആണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, മുൻപ് നിങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല, നമുക്ക് വേണമെങ്കിൽ അത് കാർഡ്സ് എടുക്കാം. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇത്, അവനവനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ ആരോടും പറയുന്നില്ല. ഓക്കെ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ ആരെയും അറിയിക്കുന്നില്ല, ആരോടും പറയുന്നില്ല. ഓക്കെ, ആ രീതിക്കാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. ആൻഡ് ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചു വന്നാലോ പറഞ്ഞു വന്നാലോ തന്നെ ഐ തിങ്ക് നിങ്ങളെല്ലാം എതിർത്തിട്ടാണ് നിൽക്കുന്നത്. വേറെ ഒന്നുമല്ല, ഐ തിങ്ക് നിങ്ങളിപ്പോൾ ആരുടെയും ഒന്നും കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല നിങ്ങൾ. ഓക്കെ, അതായിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ഫുൾ കാർഡ് ഉണ്ട്. നിങ്ങളെന്തോ ഐ തിങ്ക് ഒരു പുതിയ തുടക്കം നിങ്ങൾ ശ്രമിച്ചു കാണാം.
ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ പുതിയതായിട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ച് കാണാം, ശ്രമിച്ച് കാണാം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മേജറായിട്ടൊരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ പണത്തിൻ്റെ കാര്യത്തിലായിരിക്കാം, ഇമോഷണൽ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, എന്ത് തന്നെയായാലും ശരി, നിങ്ങൾ ഐ തിങ്ക് ഒരു മേജറായിട്ട് നിങ്ങളൊരു ഇപ്പോൾ ഈ അടുത്തായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും ഇല്ല, എനിക്ക് വേറെ ഒന്നും തോന്നുന്നില്ല. ഐ തിങ്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ബന്ധത്തിലാണെങ്കിലോ, രണ്ടിലായാലും അല്ല കരിയർ, ജോലി, എന്തിലായാലും ഐ തിങ്ക് നിങ്ങൾ എന്തെങ്കിലും പുതിയത് തുടങ്ങിയതിൽ പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാതെ അവിടെ ചില തകർച്ചകൾ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതിവിടെ സിറ്റുവേഷനാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. കാരണം ഇത് മേജർ അർക്കാനേഴ്സ് ആണ്. അർക്കാന എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷനാണ്. സോ ആ സിറ്റുവേഷൻസ് ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ വളരെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് പ്രോബ്ലംസ് വന്നു. ഓക്കെ, ആ പ്രോബ്ലം വന്ന് അത് നിങ്ങളോട് ഐ തിങ്ക് ന്യായമല്ലാത്തതും നടന്നിട്ടുണ്ട്. അതായത് നിങ്ങളോട് ന്യായമായതല്ല നടന്നത്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ യൂണിവേഴ്സിനെ പഠിക്കുന്നുണ്ടാവാം, ദറ്റ് യൂണിവേഴ്സ് നിങ്ങളോട് തെറ്റ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ ദേഷ്യം ഉണ്ടാവാം. ചിലവർക്ക് നിങ്ങൾ ഏതെങ്കിലും വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം എന്ത് തന്നെയായാലും, ജോലിയുടെ അവിടെ ആയാലും പേഴ്സണലി ആയാലും നിങ്ങൾക്ക് ആരോടെങ്കിലും വളരെ ദേഷ്യം തോന്നുന്നുണ്ടാവാം, എന്നിട്ട് അവർ നിങ്ങളോട് ന്യായം ചെയ്തില്ല എന്ന രീതിയിൽ തോന്നുന്നുണ്ടാവാം. ഓക്കെ, ഒരു ചിലവർ ലീഗൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടാവും, അങ്ങനെയായിരിക്കാം. ഓക്കെ, ചിലവർക്ക് ലീഗൽ പ്രോബ്ലംസ് വല്ലതും വന്നിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ. ഓക്കെ, അതായത് നിങ്ങളെന്തോ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചു, തുടങ്ങി നിങ്ങൾ ഐ തിങ്ക്. പക്ഷേ ഇവിടെ ഈ ഫുൾ കാർഡിൻ്റെ ഒരു ഡ്രോബാക്ക് നമ്മൾ പറയാറുള്ളത്, നല്ലതാണ്, പുതിയ തുടക്കങ്ങൾ നല്ലതാണ്, നമ്മളൊരു റിസ്ക് എടുത്തിട്ടായാലും ചെയ്യണം എന്ന് പറയും. ബട്ട് അപ്പോഴും ഒരു വാർണിംഗ് ഉണ്ട് ഇതിൽ, ഈ കാർഡിൽ എപ്പോഴും. അതായത് നമ്മളൊന്ന് സൂക്ഷിക്കണം എന്ന് പറയും. ഓക്കെ, ഒന്ന് സൂക്ഷിക്കണം, നമ്മൾ കാര്യങ്ങളെ ജസ്റ്റ് ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോകാനേ എന്ന് പറയും. ഓക്കെ, റിസ്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാം നമുക്ക് റെഡിയാക്കാൻ പറ്റില്ല, പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഒരു ചെറിയൊരു കണ്ണ് വേണം നമുക്ക് എന്ന് പറയും. ഓക്കെ, ഒരു ചെറിയൊരു കോഷ്യസ്നെസ് അവിടെ നമ്മൾ പറയാറുണ്ട് ഫുൾ കാർഡിൻ്റെ ഒപ്പം. ഓക്കെ, അങ്ങനെ മേ ബി നിങ്ങളത് ശ്രദ്ധിച്ച് കാണില്ല. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറ്റിയതായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ശ്രദ്ധിക്കാതെ പോയപ്പോൾ വേറെ ആരെങ്കിലും നിങ്ങളെ ഒരു യൂസ് ചെയ്തു എന്ന് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിലായിരിക്കാം. ഓക്കെ, അഗെയിൻ ഒരു പുതിയ സ്റ്റാർട്ടിൻ്റെ കാര്യമാണ്. നിങ്ങൾ എന്തോ പുതിയതായിട്ട് തുടങ്ങിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ ഇമോഷണലി ഇപ്പം നിങ്ങൾ വളരെയധികം വീക്കായ ഒരു അവസ്ഥയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ വളരെ ഇമോഷണലി ഡ്രെയിൻഡ് ആണ്. ഓക്കെ, നിങ്ങൾ എഫേർട്സ് ഇട്ടിരുന്നു, നിങ്ങളൊരു കാര്യത്തിന് മുന്നോട്ട് പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. ഓക്കെ, അതിന് വേണ്ടതെല്ലാം നിങ്ങൾ ചെയ്ത് കാണാം. ബട്ട് അവിടെ നിങ്ങൾക്ക് ഈ ഒരു തകർച്ച നിങ്ങളെ വല്ലാതെ ഇമോഷണലി ഡ്രെയിൻ ആക്കി വിട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇത് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇത് ഇവിടെ നിങ്ങളിപ്പോൾ ഐ തിങ്ക് എല്ലാത്തിനോടും ഒരു ദേഷ്യമായിട്ടാണ് നിൽക്കുന്നത്. ഈവൻ യൂണിവേഴ്സിനോടടക്കം ഒരു ദേഷ്യമുള്ള ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആരും എൻ്റെ അടുത്ത് വരണ്ട എന്ന് പറഞ്ഞ ആ ഒരു വെട്ടാൻ നിൽക്കുന്ന പോലെയാണ് നിങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ. ഓക്കെ, ലേഡീസ് ആയാലും ജെൻസ് ആയാലും. ഓക്കെ, നിങ്ങൾക്ക് ഒന്നിനോടും ഇപ്പോൾ അറ്റാച്ച്മെൻറ്റ് വരുന്നില്ല. ഓക്കെ, അത്രത്തോളം ഐ തിങ്ക് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്ത ഒരവസ്ഥയാണ്. ഓക്കെ, ഒരു ബൗണ്ടറി വെച്ച്, ഒരു ബ്ലോക്കേജ് വെച്ച് നിങ്ങൾ അവനവനെ പ്രൊട്ടക്റ്റ് ചെയ്ത്, അതായത് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ, ഇനിയിപ്പോൾ എനിക്കിനി ഒന്നിനും ഞാൻ ഇറങ്ങുന്നില്ല, ഒന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് യെസ്, എല്ലാവരോടും ദേഷ്യവും അല്ലെങ്കിൽ ആ രീതിയിലുള്ള പെരുമാറ്റവും ഒക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ അത് വേണം വെച്ച് ചെയ്തതല്ല. ഓക്കെ, അങ്ങനെ ആയിപ്പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ചില കാര്യങ്ങൾ നിങ്ങളെ വല്ലാതെ തകർത്തു. ഓക്കെ, അതിനുശേഷം എത്തി ഇപ്പം നിങ്ങൾ വളരെ ഹാർഡായിപ്പോയി എന്ന് പറയാം. ഇത് പക്ഷെ ഇപ്പോഴത്തെയാണ് എനിക്ക് കാണുന്നത്. പാസ്റ്റിലും നിങ്ങൾ ഇങ്ങനെ ആയിരുന്നു. അഗെയിൻ 9 ഓഫ് സോർഡ്സ് ആണ് ബാക്കിൽ വന്നത്. ബിസിനസ്സിൻ്റെ കാര്യമുണ്ട് ഇവിടെ. ഓക്കെ, സോ ബിസിനസ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, ഈവൻ ഒരു റിലേഷൻഷിപ്പ് ആയാലും തന്നെ കേട്ടോ. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും. ഓക്കെ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത, നിങ്ങൾ കൊളാബറേറ്റ് ചെയ്ത് ആരെങ്കിലുമായിട്ട് ചേർന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയാം. ഓക്കെ, അവിടെ യെസ്, ഒരു ജഡ്ജ്മെൻറ്റ് അവിടെ വന്നിട്ടില്ല. ഐ മീൻ അവിടെ നിങ്ങളൊരു ന്യായം ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ. ഓക്കെ, ന്യായം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. നിങ്ങൾ ഐ തിങ്ക് എന്തോ വളരെ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം, അതിലാണ് തകർച്ച വന്നിട്ടുള്ളത്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ടാവും. ഓക്കെ, ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ബിസിനസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടാവാം. ഓക്കെ, ആൻഡ് ലീഗലി വരെ ഇഷ്യൂസ് ഉണ്ടാവാം. ഇത് പാസ്റ്റിലേക്ക് പോകുന്നില്ല. എന്താ ഇത്, വേറെ ഡെക്ക് എടുക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ വളരെയധികം എല്ലാവരോടും ഒരു എതിർത്ത് നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. ജസ്റ്റ് 1-2 കാർഡ്സ് ഇവിടെ പാസ്റ്റിനെ കുറിച്ച്, നിങ്ങളുടെ ഓവർ ഗിവിങ് ചെയ്തു, അത് തന്നെയാണ്. യെസ്, ഓവർ ഗിവിങ്, ഓവർ ട്രസ്റ്റ്.
അതപ്പം ഉണ്ടായ സെയിം. ഓക്കെ ഓക്കെ, നെഗറ്റിവിറ്റി. ഓക്കെ, മാരേജിലായിരിക്കാം, നിങ്ങളുടെ മാരേജിൻ്റെ കാര്യത്തിലായിരിക്കാം, ബിസിനസ്സിൻ്റെ കാര്യത്തിലായിരിക്കാം. ഓക്കെ, റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ കരിയർ, അങ്ങനെ എന്തോ ആവാം. ഓക്കെ, ഇവിടെ കാണുന്നത് നിങ്ങൾ ഓവർ ഗിവിങ് ചെയ്തു. ഓക്കെ, നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് കൊടുത്തു ആദ്യമൊക്കെ. ഒരു ലൈക്ക് ബാലൻസ് വെച്ചില്ല എന്ന് പറയാം. അതായത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്തു എന്ന് പറയുന്നില്ല ഞാൻ, ലൈക്ക് ബിസിനസ്സിൻ്റെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ സെൽഫ് ലവ് ഇല്ല എന്ന് പറയാം ഇനി. ഓക്കെ, സോറി, ഞാനൊന്ന് ട്രാക്ക് ഇത് ആലോചിച്ചതായിരിക്കുകയാണ്. ഓക്കെ, ഐ തിങ്ക് ഇവിടെ മെയിൻലി ഇത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ ബാലൻസ് വെച്ചില്ല. ഓക്കെ, നിങ്ങളെല്ലാം അങ്ങോട്ട് ഒരുപാട് കൊടുത്തു. ഓക്കെ, ഇങ്ങോട്ട് കിട്ടുന്നത് ഐ തിങ്ക് ആ ബാലൻസ് വന്നില്ല. ഓക്കെ, അതാണ് ജഡ്ജ്മെന്റ് കാർഡ് ഇവിടെ പറയുന്നത്. ഓക്കെ, ബാലൻസ് ഉണ്ടായിരുന്നില്ല ആൻഡ് അത് നിങ്ങളെ വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, നിങ്ങളെ ഹേർട്ട് ചെയ്ത് ആരോ മൂവ് ഓൺ ചെയ്തു പോയതായി തോന്നുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളെ പേഴ്സൺ, ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പേഴ്സൺ മൂവ് ഓൺ ചെയ്തു, അല്ലെങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾക്ക് ലോസ്, കരിയറിൽ ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരുപാട് എന്തെങ്കിലും വിട്ട് മാറേണ്ടി വരിക, ആ രീതിക്കൊരു കാര്യം എനിക്കിവിടെ കാണുന്നുണ്ട്. ആൻഡ് അത് നിങ്ങളെ ശരിക്കും ഹേർട്ട് ചെയ്തിട്ടുണ്ട്, തളർത്തിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കാം, റിലേഷൻഷിപ്സ് ആയിരിക്കാം. ഓക്കെ, എന്തായാലും ശരി. ഐ തിങ്ക് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ ഇതാണ് കാണുന്നത്. എനിക്ക് പാസ്റ്റിലേക്ക് എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, നമ്മൾ ഒരുപാട് ഡീറ്റെയിലേക്ക് ഇപ്പോൾ പോകാൻ സമയമില്ല. ഓക്കെ, സോ ഐ തിങ്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ ഇതാണ്. ഓക്കെ, നമുക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താ ഒരു ഗൈഡൻസ് തരുന്ന നോക്കാം. മാരേജ് ആണെങ്കിൽ ഡൈവേഴ്സോ, അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ ശരിക്കും ലോസ് വന്ന പോലെ ഒരു അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. മാസ്ക്, യെസ്. ഓക്കെ, ഡെസ്റ്റിനി, വർക്ക്, സ്റ്റെബിലിറ്റി, ഇത് നിങ്ങൾക്ക്. ഓക്കെ, കമ്പാരിസൺ, ഇമോഷൻസ്, യെസ്, വളരെ ഇമോഷണലാണ് നിങ്ങളിപ്പം. ഡെഡ് ആൻഡ്. ഓക്കെ, ലെറ്റ് ഇറ്റ് അൺഫോൾഡ്. കർമ്മ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ഇപ്പോൾ ഒരു കാർമിക് ഫേസ് ആണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ ഒരു കർമ്മയുടെ സമയമാണ്. എന്ന് വെച്ചാൽ അതൊരിക്കലും നെഗറ്റീവായിട്ട് എടുക്കണ്ട. ഓക്കെ, അത് പേടിക്കും വേണ്ട, അതിന് പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമില്ല. കർമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ മുൻപ് പാസ്റ്റ് ലൈഫിലോ എപ്പോഴെങ്കിലും ചെയ്ത കാര്യങ്ങളുടെ ഒരു റിസൾട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഓക്കെ, സോ അതിൻ്റെ ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഇപ്പം ഇത്രയും നിങ്ങൾ ആ ഒരു വേദന അനുഭവിക്കുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ലെസൺസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതായത് ആരാണ് നമ്മുടെ കൂടെ ഉള്ളത്, അവരെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ്. മാസ്ക്, നിങ്ങളുടെ മുമ്പിൽ ഒരു മുഖം മൂടിയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, അവരെ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ലെസൺ നിങ്ങൾക്ക് കിട്ടുകയാണ്. ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കുന്നുണ്ട് എന്നായിരിക്കും. ഓക്കെ, ഗോയിങ് ത്രൂ ആയിരിക്കും ഇപ്പോൾ ചിലപ്പോൾ. ഓക്കെ, ഇപ്പം നിങ്ങളോട് പറയുന്നത് ആ ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിയാനുണ്ട്. ആൻഡ് ഡെസ്റ്റിനി, നിങ്ങൾക്കൊരു ഡെസ്റ്റിനി ഉണ്ട്, പേടിക്കണ്ട. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു ഡെസ്റ്റിനി ഉണ്ട്. അതിലേക്ക് പക്ഷെ എത്താൻ ഈ ഒരു കർമ്മയുടെ ഫേസ് ഒന്ന് നിങ്ങൾ കിടക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, അത് നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ ഗിവ് അപ്പ് ചെയ്ത് നിൽക്കരുത്. ഓക്കെ, ഞാൻ പറയാം, ഇപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതൊരു, ഞാൻ പറഞ്ഞു, തകർച്ച, നമ്മുടെ ടവർ കാർഡിൻ്റെ ഡെഡ് എൻഡ്. ഓക്കെ, അതായത് അവിടെ അവസാനിച്ചു എന്ന രീതിയിൽ, ഒരു അവസാനിച്ചു എന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അത് ഒരു അവസാനം അല്ല. ഒരിക്കലും നമ്മുടെ മുമ്പിൽ അങ്ങനെ വഴികൾ അടയുന്നില്ല. വേറെ വഴികൾ നിങ്ങൾക്ക് തുറന്ന് കിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, വർക്ക്, നിങ്ങൾ ഹാർഡ് വർക്ക് നിങ്ങളുടെ ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളിടേണ്ട എഫേർട്ട് നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുക. ഒരിക്കലും അത് വേണ്ടാന്ന് വെക്കരുത്. ഓക്കെ, നമ്മളെ ചില സമയത്ത് ഇങ്ങനെ ചില തകർച്ചകൾ നമ്മളെ വല്ലാതെ പിടിച്ച് ഒലച്ചു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ തോന്നില്ല. ഓക്കെ, ബട്ട് യൂണിവേഴ്സ് പറയുന്ന അതാണ്, നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ പഠിക്കുക, ലെസൺസ് പഠിക്കുക, നമുക്ക് വരുന്ന അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ച് ആരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്, ആരെയാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ചില ലെസൺസ് ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടിയത്. ആ ലെസൺസ് നിന്ന് പഠിച്ച് നിങ്ങൾ മുന്നോട്ട് നിങ്ങളുടെ പോയിക്കൊണ്ടിരിക്കുക. വർക്ക് ആൻഡ് സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരും എന്ന് പറയുന്നുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വേറെ നിങ്ങൾക്ക് ഡെസ്റ്റിനി ഉണ്ട്, നിങ്ങളുടേതായ ഒരു ബ്ലെസ്സിങ് ഉണ്ട് നിങ്ങൾക്ക് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ കമ്പാരിസൺ ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടി, അവർക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല, അങ്ങനത്തെ ഒന്നും നിങ്ങൾ ചിന്തിക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ ലൈഫ് വേറെയാണ്, വേറെ വ്യക്തിയുടെ ലൈഫ് വേറെയാണ്. ഓക്കെ, സോ ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, അതിൽ മുന്നോട്ട് പോവുക. ഇമോഷൻസ് കാണുന്നുണ്ട്, ഒരുപാട് ഇപ്പോൾ ഇമോഷണൽ ആയിരിക്കും. നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, ഇമോഷണൽ ആവുന്നുണ്ടാവും. ഓക്കെ, ഇതെല്ലാം അവസാനിച്ചു എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അല്ല, അവസാനിച്ചിട്ടില്ല. ലെറ്റ് ഇറ്റ് അൺഫോൾഡ് എന്ന് പറയുന്നുണ്ട്. കുറച്ച് സമയം ഡിലേ ഉണ്ടാവാം. ഓക്കെ, ഡിലേ, അതായത് ഇപ്പം നിങ്ങൾക്ക് ആ ഒരു തകർന്ന ഫേസ് ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ചിലപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാനൊരു ഡിലേ ഉണ്ടാവും. ഓക്കെ, അത് പക്ഷേ ഇപ്പം നിങ്ങൾ ആ ലെസൺ നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സമയം തരാണ് യൂണിവേഴ്സ്. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഒരു ഡെസ്റ്റിനിയിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങളുടെ കയ്യിലെടുക്കുക, നിങ്ങളുടെ വർക്ക് സ്റ്റെബിലിറ്റി കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ട് പോവാം.
ഓക്കെ, എന്താണോ പാസ്റ്റിൽ നടന്നത് അതിനെ പിന്നിൽ ഉപേക്ഷിക്കുക. ആക്ച്വലി അത് പിന്നിൽ ഉപേക്ഷിച്ച് പോകുന്ന കാര്യം നിങ്ങൾക്കായിരിക്കും അഡ്വൈസ്. ഓക്കെ, നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് നിങ്ങൾ ചില കാര്യങ്ങൾ വിട്ടുമാറി പോകേണ്ടതുണ്ട്. അതൊക്കെ ഒരു ലെസൺ കിട്ടിയതാണെന്ന് വിചാരിക്കുക, നന്ദി പറയാം. വേദനിപ്പിച്ചവരോടും നന്ദി പറയാമെന്ന് പറയും. ഓക്കെ, അങ്ങനെ, കാരണം അവർ നമുക്കൊരു ലെസൺ തരാണ് അല്ലേ, നമ്മുടെ കർമ്മ തീർത്തു തരാണ് അവർ ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ആക്ച്വലി ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോണ്ടല്ലോ അത് കർമ്മ നമ്മുടെ തീർന്നു പോവാണെന്നാണ് പറയുക, അല്ലാതെ കർമ്മ വന്നു എന്നല്ല പറയുക. ശരിക്കും കർമ്മ തീർന്നു പോവാണെന്നാണ് പറയുക. നമ്മൾ അനുഭവിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ കർമ്മ തീർക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ സമയങ്ങളിൽ. ആൻഡ് ലെസൺ പഠിച്ച് നമ്മൾ മുന്നോട്ട് പോവാം. ഓക്കെ, നിങ്ങൾക്കുള്ള ഡെസ്റ്റിനി വേറെ യൂണിവേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, പേടിക്കുകയേ വേണ്ട. അത് തനിയെ നിങ്ങളുടെ മുമ്പിൽ വരും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഒരു ഡാർക്ക് ഫേസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, അത് മുന്നോട്ട് പോകുമ്പോൾ ശരിയാവും. ഓക്കെ, നിങ്ങൾ ധൈര്യം കൈവിടാതെ മുന്നോട്ട് പോവുക, പ്രാർത്ഥിക്കുക നന്നായിട്ട്. ഓക്കെ, സോ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇന്നത്തെ റീഡിങ് വിചാരിച്ച. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.